So we were studying about the data mining. That is mining knowledge from huge amount of data. Data mining അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് 3 കാറ്റഗറിയാണ് സാധാരണ കേസിൽ യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് മേ ബി യൂസ്ഡ് ഫോർ അസോസിയേഷൻ റൂൾ, ഇറ്റ് മേ ബി ക്ലാസിഫിക്കേഷൻ ഓർ ഇറ്റ് മേ ബി ക്ലസ്റ്ററിംഗ്. ഈ 3 പോയിന്റാണ് നമുക്കിനി പഠിക്കാനുള്ളത്. അതിൽ അസോസിയേഷൻ റൂൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അസോസിയേഷൻ റൂൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫോമാറ്റ് ഇസ് എ ഇംപ്ലൈസ് ബി. That is mainly association rules are used in market basket analysis. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കഴിഞ്ഞു. നെക്സ്റ്റ് വൺ ഇസ് ക്ലാസിഫിക്കേഷൻ. വാട്ട് ഇസ് ക്ലാസിഫിക്കേഷൻ? ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡേറ്റേനെ നമ്മൾ പല ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡേറ്റേനെ വി ആർ ഡിവൈഡിങ് ദ ഡേറ്റ ഇൻ ടു ഡിഫറെൻറ്റ് ക്ലാസ്സസ്. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ പേര് ഏതൊക്കെ ക്ലാസ്സസ് അവൈലബിൾ ആണെന്നുള്ളത് വി ഓൾറെഡി നോ അബൌട്ട് ദ ക്ലാസ്സസ്. ഈ ക്ലാസ്സസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം. ദാറ്റ് ഇസ് ദേ ആർ പ്രീഡിറ്റർമിൻഡ്, ഓൾറെഡി ഡിറ്റർമിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ക്ലാസിഫിക്കേഷൻ്റെ മെയിൻ എയിം എന്ന് വെച്ചാൽ വി വാണ്ട് ടു ക്രിയേറ്റ് എ മോഡൽ, ദാറ്റ് ഇസ് വി വാണ്ട് ടു ലേൺ എ മോഡൽ വിച്ച് ക്യാൻ ബി യൂസ് ടു ക്ലാസിഫൈ ദ ഡേറ്റ. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ സെറ്റ് ഓഫ് ഡേറ്റാസ് ഉണ്ടാകും. ആ ഡേറ്റ ഏതൊക്കെ ക്ലാസ്സിലാണെന്നുള്ള ഇൻഫർമേഷൻ നമുക്കുണ്ടാകും. സോ വി ക്യാൻ സീ വൺ എക്സാമ്പിൾ ബേസ്ഡ് ഓൺ വിച്ച് വി ക്യാൻ സ്റ്റഡി ദിസ് വൺ. ഈ ഒരു പോയിന്റ് മനസ്സിലാക്കാൻ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. So suppose that we are considering one example that is a loan application which is received by a bank. ഒരു ബാങ്കിന് ഒരുപാട് ലോൺ ആപ്ലിക്കേഷൻ കിട്ടുന്നുണ്ട്. ഈ ലോൺ ആപ്ലിക്കേഷന് 4 ആട്രിബ്യൂട്ട്സ് ആണ് ഉള്ളത്. The first one is age, second one is has job, third attribute is on job, on house, and fourth attribute is credit rating. ഈ 4 ആട്രിബ്യൂട്ടിന് വരാവുന്ന വാല്യൂസ്, that is the domain of the attribute is given here. ഏജ് എന്ന് പറഞ്ഞത് നമ്മൾ 3 വാല്യൂസ് ആണ് ഏജിന് കൊടുക്കുന്നത്. ഒന്നുകിൽ യങ് ആകാം, അല്ലെങ്കിൽ മിഡിൽ ആകാം, അല്ലെങ്കിൽ ഓൾഡ് ആകാം. ഹാസ് ജോബ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിന് 2 വാല്യൂസ് ആണ് വരാറുള്ളത്. ഒന്നുകിൽ ട്രൂ എന്ന് പറഞ്ഞാൽ ജോലിയുണ്ട്, ഫോൾസ് ജോലിയില്ല. ഓൺ ഹൗസ് അതിനും ട്രൂ ഓർ ഫോൾസ്, അതായത് വീടുണ്ട്, വീടില്ല. ക്രെഡിറ്റ് റേറ്റിങ്ങിന് 3 വാല്യൂസ് ആണ് വരാറുള്ളത്. ഫെയർ, ദാറ്റ് മീൻസ് നല്ല ക്രെഡിറ്റ് റേറ്റിംഗ് ആണ്. ആവറേജ്, ഗുഡ്, ഫെയർ മീൻസ് കുഴപ്പമില്ലാത്തതാണ്. ഗുഡ് മീൻസ് നല്ല റേറ്റിംഗ് ഉണ്ട്. എക്സലൻറ്റ് മീൻസ് വെരി ഗുഡ് റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഇത്രയും ആട്രിബ്യൂട്ട്സ് ആണ് നമുക്ക് കിട്ടിയ ആപ്ലിക്കേഷനിൽ നിന്ന് നമ്മൾ എടുക്കുന്നത്. സോ ദർ ഇസ് എ ടേബിൾ. സോ യു ക്യാൻ സീ എ ടേബിൾ ഹിയർ. ഈ വന്നിട്ടുള്ള, അതായത് നമ്മുടെ കയ്യിലുള്ള ഡേറ്റ, യു ക്യാൻ കോൾ ഇറ്റ് ആസ് എ ഡേറ്റാ സെറ്റ്. ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഡേറ്റാ സെറ്റ്. ഇതിൽ ഞാൻ പറഞ്ഞ ഈ 4 ആട്രിബ്യൂട്ട്സും ഉണ്ട്. ഏജ് ഉണ്ട്, ഹാസ് ജോബ് ഉണ്ട്, ഓൺ ഹൗസ് ഉണ്ട്, ക്രെഡിറ്റ് റേറ്റിംഗ് ഉണ്ട്. ഏജിൻ്റെ കോളം നോക്കിയാൽ അറിയാം, നമ്മൾ പറഞ്ഞ പോലെ 3 വാല്യൂസ് ആണ് ഡൊമൈൻ ആയിട്ടുള്ളത്. യങ്ങോ, മിഡിലോ, ഓൾഡോ. അപ്പോൾ ആ വാല്യൂസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ യങ് ആണ്, സെക്കൻഡ് 1 to 5 യങ് ആണ്. പറയാനുള്ള എളുപ്പത്തിന് പറയുകയാണ് 6 to 10 is middle age and 11 to 15 is old age. Then has job. ഹാസ് ജോബിൻ്റെ വാല്യൂ നമ്മൾ പറഞ്ഞ പോലെ ട്രൂ ഓർ ഫോൾസ് ആണ്. കുറച്ച് പേർക്ക് ഫോൾസ് ആണ്, കുറച്ച് പേർക്ക് ട്രൂ ആണ്. ഓൺ ഹൗസ് എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ ആട്രിബ്യൂട്ട് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട് വാല്യൂസ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഓൾസോ ട്രൂ ഓർ ഫോൾസ് വാല്യൂ. ഇതിൽ വന്നിട്ടുള്ള വാല്യൂസ് എന്ന് പറഞ്ഞാൽ ട്രൂ ഓർ ഫോൾസ് ആണ്. ട്രൂ മീൻസ് ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ ഹാസ് എ ഹൗസ്. ഫോൾസ് മീൻസ് ഡസ് നോട്ട് ഹാവ് എ ഹൗസ്. പിന്നെ ക്രെഡിറ്റ് റേറ്റിംഗിന് വരാവുന്ന ആട്രിബ്യൂട്ട് നമ്മൾ പറഞ്ഞ പോലെ ഫെയർ ഇസ് ദയർ, ഗുഡ് ഇസ് ദയർ, എക്സലൻറ്റ് ഇസ് ദയർ. അപ്പോൾ ഇത്രയും ആട്രിബ്യൂട്ട്സ്, ഓൺലി 4 ആട്രിബ്യൂട്ട്സ് ആർ ദയർ ഇൻ ദ ഡേറ്റാ സെറ്റ്. Okay, these are the domain values of each of the attributes. ഇനി നമുക്ക് ഈ ആട്രിബ്യൂട്ട് അല്ലാതെ പുതിയ ഒരു ആട്രിബ്യൂട്ടും കൂടെ ഉണ്ട് ഇവിടെ. ദാറ്റ് ഇസ് കോൾഡ് ദ ക്ലാസ് ആട്രിബ്യൂട്ട്. ഈ ക്ലാസ് ആട്രിബ്യൂട്ടിന് നമ്മൾ 2 ആൻസേഴ്സ് ആണ്. നമ്മുടെ ഈ എക്സാമ്പിളിൻ്റെ ബേസിൽ വി ആർ ഗോയിങ് ടു ഗിവ് two classes. We are dividing the customer application into 2 classes. That is, ലോൺ ആപ്ലിക്കൻ്റ് ലോൺ കൊടുക്കണം എന്ന് പറഞ്ഞാൽ യെസ്, ലോൺ കൊടുക്കാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ നോ. അപ്പോൾ ഇതാണ് ക്ലാസ് ആട്രിബ്യൂട്ട്സിൻ്റെ വാല്യൂസ്. ഫസ്റ്റ് പേഴ്സണെ കുറിച്ചാണെങ്കിൽ ക്ലാസ് ആട്രിബ്യൂട്ട് നോ, അതായത് അയാൾക്ക് നമ്മൾ കൊടുക്കുന്നില്ല ലോൺ. സെക്കൻഡ് വണ്ണിനും കൊടുക്കുന്നില്ല. തേർഡ് റോ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തേർഡ് റെക്കോർഡ് എടുക്കുകയാണെങ്കിൽ അയാൾക്ക് യെസ് ആണ്, അയാൾക്ക് കൊടുക്കുന്നുണ്ട്. സോ ദിസ് ഈസ് ദ ക്ലാസ് ആട്രിബ്യൂട്ട്. അപ്പോൾ ക്ലാസ് ആട്രിബ്യൂട്ട് എന്ന് പറയുമ്പോൾ ഈ ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂസ് നമുക്ക് മോഡൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ഡേറ്റാ സെറ്റ് വെച്ചിട്ടാണ്. ദിസ് ഈസ് കോൾഡ് ദ ട്രെയിനിങ് ഡേറ്റാ സെറ്റ്. അപ്പോൾ ട്രെയിനിങ് ഡേറ്റാ സെറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെയിനിങ് ഡേറ്റാ സെറ്റിൽ ഈ ക്ലാസ് ലെവലിൻ്റെ വാല്യൂസ് ഓൾറെഡി തന്നിട്ടുണ്ടാകും. യെസ് നോ എന്ന് വെച്ച് തന്നിട്ടുണ്ടാകും.
So based on the training data set, we have to create a model. ഇത് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ എല്ലാ വാല്യൂസും അസസ് ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കണം എപ്പോഴാണ് ഇവിടെ നോ വരുന്നത്, എപ്പോഴാണ് ക്ലാസ് ആട്രിബ്യൂട്ടിന് യെസ് വരുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ നമ്മൾ ഉണ്ടാക്കണം. ഈ ഐഡിയ പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. വൺ മെത്തേഡ് ഈസ് യൂസിങ് ദ ഡിസിഷൻ ട്രീ, അനദർ മെത്തേഡ് ഈസ് യൂസിങ് ദ അസോസിയേഷൻ റൂൾ. പല രീതിയിൽ നമുക്ക് മെയിനായിട്ട് രണ്ട് രീതിയിലാണ് നമ്മൾ ഈ ക്ലാസ് ആട്രിബ്യൂട്ട്സിൻ്റെ മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നത്. One is decision tree, second one is the association, in the form of a set of rules. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ക്ലാസിഫിക്കേഷനിലുള്ളത്. അപ്പോൾ ആ പറഞ്ഞ കാര്യമാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. സോ ഇതിലെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ദ മെയിൻ our main task is creation of the model from this training set. So don't forget the name of this data set, that is called training set. Training set is used to create the model. എന്നിട്ട് ആ മോഡൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയും, പുതിയൊരാളെ കുറിച്ചുള്ള ഇപ്പോൾ 16th ഒരു പേഴ്സണെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടി, അയാളുടെ ക്ലാസ് വാല്യൂ കണ്ടുപിടിക്കണം, അത് തന്നിട്ടില്ല. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഈ മോഡലിലേക്ക് ആ ഓരോ ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്താണോ വരുന്നത്, യെസ് ക്ലാസ്സിലാണെങ്കിൽ യെസ് എന്ന് കിട്ടും, നോ ക്ലാസ്സിലാണെങ്കിൽ നോ എന്ന് കിട്ടും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും പറഞ്ഞു. So what is classification? Classification is the process of learning a model. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒരു മോഡലിനെ ക്രിയേറ്റ് ചെയ്യുക, that is called the classification. And the model, what is the use of the model? The model will describe the classes of data. അപ്പോൾ മോഡലിലേക്ക് നമ്മൾ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സാമ്പിളിൻ്റെ ബേസിലാണെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ എന്നുള്ള വാല്യൂ ആയിരിക്കും കിട്ടുക. യെസ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് കൊടുക്കാം, നോ എന്ന് പറഞ്ഞാൽ ലോൺ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ക്ലാസ്സസ് പ്രീഡിഫൈൻഡ് ആണല്ലോ. നമ്മുടെ അടുത്ത എക്സാമ്പിൾ നമുക്കറിയാം, 2 ക്ലാസ്സസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഐദർ യെസ് ഓർ നോ. യെസ് മീൻസ് വി ക്യാൻ ഗീവ് ലോൺ, വി ക്യാൻ ആക്സെപ്റ്റ് ദാറ്റ് ലോൺ or we can give the loan to that person. If it is no, that means we cannot give the loan to that person. Okay. അപ്പോൾ വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ വേറൊരു ബാങ്കിങ് ആപ്ലിക്കേഷൻ ഓഫ് കസ്റ്റമേഴ്സ് അവർക്ക് ക്രെഡിറ്റ് കാർഡ് കൊടുക്കാനുള്ള ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് 3 ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാമെന്ന് വെച്ചോളൂ. ദാറ്റ് ഇസ് പുവർ റിസ്ക്, ഫെയർ റിസ്ക്, ഗുഡ് റിസ്ക്. പുവർ റിസ്ക് മീൻസ് വലിയ റിസ്ക് ഒന്നും ഇല്ല, ഇതാകുമ്പോൾ ആവറേജ് റിസ്ക്, ഇതാകുമ്പോൾ റിസ്ക് കൂടുതലാണ്. അപ്പോൾ അവിടുത്തെ ക്ലാസ്സസ് ഏതൊക്കെയാണ്? 3 ക്ലാസ്സസ് ആണുള്ളത്. മറ്റേടുത്ത് നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ യെസ് ഓർ നോ ക്ലാസ്സസ് ആയിരുന്നു. ആൻഡ് ഹിയർ വി ആർ ഡിവൈഡിങ് ദ ക്ലാസ്സസ് ഇൻ ടു 3 കാറ്റഗറീസ് ബേസ്ഡ് ഓൺ ദിസ് എക്സാമ്പിൾ. അപ്പോൾ ആ ക്ലാസ് ആട്രിബ്യൂട്ടിന് വരുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ ചിലടത്ത് പുവർ റിസ്ക് ആയിരിക്കും, ചിലതിന് ഫെയർ റിസ്ക് ആയിരിക്കും, ചിലതിന് ഗുഡ് റിസ്ക് ആയിരിക്കും. So classification is a type of supervised learning. Supervised learning എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഈ ക്ലാസ്സസ്, ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ്റെ കേസിൽ വി നോ ദ ക്ലാസ്സസ് ഇൻ അഡ്വാൻസ്. നമുക്ക് നേരത്തെ അറിയാം എന്തൊക്കെയാണ് ക്ലാസ്സസ്, അവൈലബിൾ ക്ലാസ്സസ് ഏതൊക്കെയാണെന്ന് അറിയാം. ഇനി വരുന്ന ഡേറ്റ ഏത് ക്ലാസ്സിൽ പെടുന്നു എന്നുള്ളത് മാത്രം നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. സോ സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെയിനിങ് ഫേസ് ആണ്. ട്രെയിനിങ് ഫേസിൽ നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ ഒരു ഡേറ്റാബേസ് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ഡേറ്റാ സെറ്റ് ഉണ്ടാകും. ഇതിനെ നമ്മൾ ട്രെയിൻ ചെയ്തിട്ട്, അതായത് ഇതിനെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമ്മളൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് കോൾഡ് ട്രെയിനിങ് സെറ്റ്. പിന്നെ ട്രെയിനിങ് സെറ്റ് വെച്ച് മോഡൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ മോഡലിനെ ടെസ്റ്റ് ചെയ്യണം, വെദർ ഇറ്റ് ഈസ് വർക്കിംഗ് കറക്റ്റ്ലി ഓർ നോട്ട്, കറക്റ്റ് റിസൾട്ട് ആണോ അല്ലയോ എന്നുള്ളത് നോക്കണം. ദാറ്റ് ഈസ് കോൾഡ് ടെസ്റ്റിംഗ് സ്റ്റെപ്പ്. ടെസ്റ്റിംഗ് ഫേസിൽ മെയിനായിട്ട് ചെയ്യുന്നത് നമ്മൾ ഉണ്ടാക്കിയ മോഡൽ കറക്റ്റായിട്ടാണോ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കുക. അതായത് ഇവിടെ നമ്മൾ ആക്യുറസി ചെക്ക് ചെയ്യും, നമ്മൾ കുറച്ച് വാല്യൂസ്, അതായത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന റിസൾട്ടാണ്, എന്നാലും നമ്മൾ ഈ മോഡലിൽ വെച്ച് നോക്കിയിട്ട് ആ മോഡൽ ഉണ്ടാക്കുന്ന റിസൾട്ടും നമ്മുടെ കയ്യിലുള്ള റിസൾട്ടും തമ്മിൽ കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് കോൾഡ് ദ സ്റ്റെപ്സ് ഓഫ് ലേണിംഗ്. So hope you understand the concept of learning process. അപ്പോൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഐഡിയയിൽ അല്ലെങ്കിൽ സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ 2 സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്പ് നമ്പർ 1 is called the training phase, which is used to create a model. ഒരു മോഡൽ ഉണ്ടാക്കുക, ആ മോഡൽ ഉണ്ടാക്കാനുള്ള എല്ലാ ഡേറ്റയും നമ്മുടെ കയ്യിൽ ഉണ്ടാകും. ദാറ്റ് ഇസ് കോൾഡ് ദ ട്രെയിനിങ് സെറ്റ്. അപ്പോൾ ഈ എക്സാമ്പിൾ എന്ന് പറഞ്ഞൊരു ട്രെയിനിങ് സെറ്റാണ്. ഇനി ടെസ്റ്റ് സെറ്റ് എന്ന് പറഞ്ഞ് ഇതുപോലത്തെ വേറൊരു സെറ്റ് ഉണ്ട്. ടെസ്റ്റ് സെറ്റ് എന്ന് പറഞ്ഞ വാല്യൂസിൽ അതിലുള്ള വാല്യൂ ഒരിക്കലും ട്രെയിനിങ് സെറ്റിലെ റെപ്പിറ്റീഷൻ ആയിരിക്കില്ല. that will be another set of items that can be used to check whether the created model is right or wrong. അതായത് അവിടെ നമ്മൾ നോക്കേണ്ടത് എന്താ, ഒരു മോഡലൊക്കെ ഉണ്ടാക്കി വെച്ചു, ഇനി ആ മോഡലിനെ ചെക്ക് ചെയ്യാണ് വേണ്ടത്, അതിൻ്റെ ആക്യുറസി കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത്. അതായത് ആ മോഡൽ തന്ന ആൻസർ നമുക്ക് ശരിക്കും കിട്ടിയ ആൻസർ, നമുക്കറിയാവുന്ന ആൻസർ ആണത്,
So we are checking whether it is working correctly or not. So that is the main point here. So how an accuracy is checked? ഇനി നമ്മൾ എങ്ങനെയാണ് മോഡലിൻ്റെ ആക്യുറസി ചെക്ക് ചെയ്യുന്നത്? മോഡലിൻ്റെ ആക്യുറസി ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ടെസ്റ്റ് സെറ്റ് ഉണ്ടല്ലോ, ഇതാണ് ട്രെയിനിങ് സെറ്റ്. ഇത് വെച്ചിട്ട് മോഡൽ ഉണ്ടാക്കുന്നു. മോഡൽ ഉണ്ടാക്കിയിട്ട് ടെസ്റ്റ് സെറ്റിലുള്ള ഡേറ്റ വെച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു ഇത് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത്. ഇപ്പോൾ ടെസ്റ്റ് സെറ്റിൽ ഒരു 10 വാല്യൂസ് ഉണ്ടെന്ന് വെച്ചോ, അതിൽ 5 എണ്ണം ചെക്ക് ചെയ്തപ്പോൾ ഈ മോഡലിൽ 5 എണ്ണം കൊടുത്തപ്പോൾ മോഡലിൽ കിട്ടിയ ഡേറ്റയും ശരിക്കുള്ള ഡേറ്റയും തമ്മിൽ കറക്റ്റാണ്. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ടെസ്റ്റ്. അപ്പോൾ 10 എണ്ണത്തിൽ 10 ട്രെയിനിങ് സെറ്റിൽ ടെസ്റ്റ് സെറ്റിൽ 10 റെക്കോർഡ്സ് ഉണ്ടെന്ന് വെക്കുക, അതായത് 10 റോസ് ഉണ്ട്. ആ 10 റോസിൽ 5 എണ്ണം കറക്റ്റ് ആയാൽ, മോഡൽ 5 എണ്ണം കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തന്നാൽ ദ ആക്യുറസി ഈസ് ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ 10 എന്ന് കിട്ടും. So if the accuracy value is very high, that means the model is very good. നല്ല മോഡൽ ആണെങ്കിൽ എറേഴ്സ് ഒന്നും വരില്ല, ഒരുവിധം വാല്യൂസ് നല്ല റിസൾട്ട് തരും. So this is the overall steps. അപ്പോൾ നമ്മൾ പറഞ്ഞ സ്റ്റെപ്പിനെ ഇതുപോലെ കാണിക്കാം. ട്രെയിനിങ് ഡേറ്റ നമ്മൾ ആദ്യം കണ്ട ടേബിൾ പോലത്തെ ട്രെയിനിങ് ഡേറ്റ, ആ ഡേറ്റേനെ നമ്മൾ വി വിൽ അപ്ലൈ ടു സർട്ടൻ ലേണിംഗ് അൽഗോരിതം. അപ്പോൾ നമ്മൾ ഒരു അൽഗോരിതം ഈ മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു യൂസ് സർട്ടൻ അൽഗോരിതം. After executing or after passing through this algorithm, we will get a model. That is called the first step called training phase. After creating the model, the second step starts. That is, we are using the test data, we are checking the accuracy. അപ്പോൾ സെക്കൻഡ് ഫേസിൽ ടെസ്റ്റിംഗ് ഫേസിൽ എന്താ ഉണ്ടാക്കിയ മോഡലിൻ്റെ ആക്യുറസി ചെക്ക് ചെയ്യാന്നുള്ളത്, അതിന് നമ്മൾ ടെസ്റ്റ് ഡേറ്റ യൂസ് ചെയ്യുന്നു. ഈ മോഡൽ 2 രീതിയിലുള്ള മോഡൽസാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. Other models are also there. Most popular classification models are decision tree and set of rules. So now first we are going to consider about the decision tree. ആ പേരിൽ തന്നെയുണ്ട്, അവിടെ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് ഒരു ട്രീ ലൈക്ക് സ്ട്രക്ചർ അനുസരിച്ചാണ്. ദിസ് ഇസ് മോസ്റ്റ് പോപ്പുലർ വൺ. ഇറ്റ്സ് ആക്യുറസി ഇസ് വെരി ഗുഡ് വെൻ കമ്പയർഡ് ടു അതർ മെത്തേഡ്സ്. ഇറ്റ് ഈസ് വെരി എഫിഷ്യൻറ്റ് വൺ. ആൻഡ് ദ ട്രീ വിച്ച് ഈസ് ക്രിയേറ്റഡ് using this model is called decision tree. The decision tree നെ കുറിച്ചുള്ള കുറച്ച് മെയിൻ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ്. സോ വി ആർ കൺസിഡറിങ് ദ സെയിം എക്സാമ്പിൾ. ഈ എക്സാമ്പിൾ വെച്ചിട്ട് I will show you one example decision tree. So here we can see the decision tree. ഈ ഡിസിഷൻ ട്രീയുടെ റൂട്ട് അല്ലെങ്കിൽ 2 രീതിയിലെ നോട്ട്സ് ഉണ്ട്. ഒന്ന് എഡ്ജസ് ഉണ്ട്, ഒന്ന് നോഡുണ്ട്. ദാറ്റ് ഇസ് ഏജ്, ഹാസ് ജോബ്, അങ്ങനെയുള്ളത്. ഇതിൽ നോട്ട്സ് വിൽ റെപ്രസെൻറ്റ് ദ ആട്രിബ്യൂട്ട്സ്. ഇതിൽ നോട്ട്സ് എപ്പോഴും ആട്രിബ്യൂട്ട്സ് ആണ്. നമുക്കറിയാമല്ലോ ഈ എക്സാമ്പിളിൽ 4 ആട്രിബ്യൂട്ട്സ് ആണ് ഉള്ളത്. ഈ ആട്രിബ്യൂട്ട് വാല്യൂസ് ആണ് നോട്ട്സിൽ വരുന്നത്. ആൻഡ് എഡ്ജസിന് നമ്മൾ ലേബിൾ ചെയ്യും, അതിൽ വന്ന ആ ആട്രിബ്യൂട്ടിന് വന്ന വാല്യൂസ്. അപ്പോൾ നമുക്കറിയാം ഏജ് 3 കാറ്റഗറി ആയിരുന്നു, യങ്, മിഡിൽ, ഓൾഡ്. സോ വി ആർ ജസ്റ്റ് മാർക്കിംഗ് ദാറ്റ് വൺ. ദെൻ ഹാസ് ജോബിന് 2 വാല്യൂസ് ആണ് ഉണ്ടായിരുന്നത്, ട്രൂ ഓർ ഫോൾസ്. ഓൺ ഹൗസിന് 2 ആട്രിബ്യൂട്ട് വാല്യൂസ് ആണ് ഉണ്ടായിരുന്നത്, ട്രൂ ഓർ ഫോൾസ്. ക്രെഡിറ്റ് റേറ്റിംഗ് 3 എണ്ണം ഉണ്ടായിരുന്നു, ഫെയർ, ഗുഡ് ഓർ എക്സലൻറ്റ്. Then one important point about the decision tree is that if you check the leaf nodes of the tree, that will be the class. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ യെസ് നോ മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് എന്താ, ഈ മോഡൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ മോഡൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു അൽഗോരിതം ഉണ്ട്. ദാറ്റ് വി വിൽ സീ ഹൗ ഇറ്റ് ഇസ് ക്രിയേറ്റിംഗ്. ഈ മോഡൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെസ്റ്റ് ഡേറ്റേനെ ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ദാറ്റ് ഇസ് സപ്പോസ് ദാറ്റ് ഇങ്ങനെ ഒരു വാല്യൂ കൊടുത്തിട്ട് ഇത് ഏത് ക്ലാസ്സിൽ വരുന്നു അത് നമുക്ക് അറിയണം. അപ്പോൾ ഇതെന്ത് ചെയ്യണം, നമ്മൾ ഈ ട്രീയിലെ യു ഹാവ് ടു ട്രാവേഴ്സ് ദ ട്രീ based on the appropriate values. അപ്പോൾ ഇവിടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഫ്രം ദ ഫസ്റ്റ് ആട്രിബ്യൂട്ട്. അപ്പോൾ നമ്മുടെ ട്രീ ഇവിടെ വരികയാണ്. ട്രീയുടെ ഫസ്റ്റ് ആട്രിബ്യൂട്ട് ഏതാണ്, ഏജ്. അപ്പോൾ ഈ 3 എണ്ണത്തിൽ എങ്ങോട്ടേക്ക് വേണം പോകാൻ. സോ യു ടേക്ക് ദ എക്സാമ്പിൾ ഏജ് യങ്. സോ ഏത് ലിങ്കിലേക്ക് പോകണം, ഏജ് യങ് എന്ന് പറഞ്ഞാൽ ഈ ലെഫ്റ്റ് മോസ്റ്റ് എഡ്ജിലേക്ക് പോകണം. അവിടെ എന്താ ചെക്ക് ചെയ്യുന്നത്, ഹാസ് ജോബ്. ജോബ് എന്താണ്, ജോബിൻ്റെ വാല്യൂ എന്താണ്. അപ്പോൾ നമ്മുടെ എക്സാമ്പിളിൽ വി ആർ ടേക്കിംഗ് ഹാസ് ജോബ് ഫോൾസ് ആണ്. അപ്പോൾ ഹാസ് ജോബ് ഫോൾസ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് ക്ലാസ് വാല്യൂ, അയാൾക്ക് കൊടുക്കണോ വേണ്ടയോ, നോ. ദാറ്റ് മീൻസ് അയാളുടെ ലോൺ ആപ്ലിക്കേഷൻ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. വി ആർ നോട്ട് ഗിവിങ് ലോൺ ടു ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ. അപ്പോൾ ഇതുപോലെയാണ് ടെസ്റ്റ് ഡേറ്റ ടെസ്റ്റ് ചെയ്യുന്നത്. സോ ബേസ്ഡ് ഓൺ ദിസ് ആട്രിബ്യൂട്ട്, ദിസ് ഇസ് ദ ട്രെയിനിങ് സെറ്റ്. Based on this training set, actually we are creating a model
Here the model is in the form of a decision tree, and if you want to test the data, we can just use the attribute values, and we have to traverse from root node of the decision tree towards the leaf, and the leaf of the tree will give you the answer. That is the class in which that particular person should come. Okay. അപ്പോൾ ഡിസിഷൻ ട്രീയിൽ ഈ പറഞ്ഞ പോലെ ഡിസിഷൻ ട്രീയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രീ ടെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ട്രാവേഴ്സ് ഫ്രം ടോപ്പ്, മോളിൽ നിന്ന് ലീഫ് നോഡ് വരെ ട്രാവേഴ്സ് ചെയ്യുക. ആ ലീഫ് നോഡ് ഏത് ക്ലാസ് ആണോ തരുന്നത്, ഏത് ക്ലാസ്സിലാണോ എത്തിയിരിക്കുന്നത്, അതാണ് ആ ഡേറ്റയുടെ ക്ലാസ്. ദിസ് ഈസ് അൽഗോരിതം ഫോർ കൺസ്ട്രക്ടിങ് ദ ഡിസിഷൻ ട്രീ. അപ്പോൾ ഈ ഡിസിഷൻ ട്രീ പല രീതിയിലുണ്ടാക്കാം, ഒരുപാട് വേസ് ഉണ്ട് ഉണ്ടാക്കാൻ. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ വാല്യൂസിൻ്റെ ബേസിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഡിസിഷൻ ട്രീ ഉണ്ടാക്കുക. സോ യു വിൽ ഹാവ് എ ഡൗട്ട്, ഇതിൽ ഏജ് എന്താ വന്നത്, വേറെ ഏതെങ്കിലും ആട്രിബ്യൂട്ട് റൂട്ടായിട്ട് വന്നൂടെ എന്ന് നമുക്ക് ചിന്തിക്കാം. അതിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുടെ ബേസിലാണ് വി ആർ ജസ്റ്റ് ചെക്കിങ് ഹൗ ടു ക്രിയേറ്റ് എ ഡിസിഷൻ ട്രീ. അതിന് എൻട്രോപ്പി എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതിൻ്റെയൊക്കെ വാല്യൂ വെച്ചിട്ടാണ് ഏത് റൂട്ട് വരണം, ഏത് നെക്സ്റ്റ് എന്താ പറയുക നെക്സ്റ്റ് ലെവലിൽ വരണം എന്നൊക്കെ ഉള്ളത് അതിൻ്റെ വാല്യൂസിലാണ് ആക്ച്വലി വി ആർ ക്രിയേറ്റിംഗ് ദ ഡിസിഷൻ ട്രീ. സോ whenever we are before this is I will give you a simple algorithm for the decision tree. decision tree ഉണ്ടാക്കാനുള്ള അൽഗോരിതമാണ് ഇത്. So the input to this algorithm, ഇപ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ അൽഗോരിതത്തിന് ഇൻപുട്ട് കൊടുക്കുന്നത്? എ സെറ്റ് ഓഫ് ഡേറ്റ റെക്കോർഡ്സ് ആൻഡ് സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട് വാല്യൂസ്. സോ ഈ എക്സാമ്പിളിൽ ഏതൊക്കെയാണ് റെക്കോർഡ്സ്? ഈ 15 എണ്ണമാണ് റെക്കോർഡ്സ്, R1 to R15. ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണ്? ഏജ്, ഹാസ് ജോബ്, ഓൺ ഹൗസ്, ക്രെഡിറ്റ് റേറ്റ്. So this one will act as A1, A2, A3, A4, row wise R1, R2, etc. up to R15. So we are providing this one as input to this algorithm. Algorithmത്തിലേക്ക് ഈ സാധനങ്ങൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുക. And what is the output we are getting? The output will be the decision tree. കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ decision tree ആയിരിക്കും. So we are starting the procedure. What do you want? So we are starting the algorithm. We are passing these two values as parameters to the algorithm. Procedure, build, tree. So this algorithm will create or build a decision tree. അപ്പോൾ എന്തൊക്കെയാണ് ഇൻപുട്ട് കൊടുക്കേണ്ടതെന്നാണ് പറഞ്ഞ് 15 നമ്മുടെ എക്സാമ്പിൾ അനുസരിച്ച് 15 ആട്രിബ്യൂട്ട്സ്, അതായത് റെക്കോർഡ്സ്. പിന്നെ അതിൽ എത്ര ആട്രിബ്യൂട്ട്സ് ഉണ്ടായിരുന്നു? 4 ആട്രിബ്യൂട്ട്സ് ഉണ്ടായിരുന്നു, A1 to A4. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇൻപുട്ടായിട്ട് കൊടുത്തു. സോ വി ആർ സ്റ്റാർട്ടിങ്. അപ്പോൾ ട്രീ ഉണ്ടാക്കുമ്പോൾ ആദ്യം യു ഹാവ് ടു ക്രിയേറ്റ് എ നോഡ് കോൾഡ് n. So just assume that നമ്മൾ ഒരു നോഡ് നമ്മൾ വരയ്ക്കാൻ പോണേ ഉള്ളൂ. വി ആർ ക്രിയേറ്റിംഗ് എ നോഡ് ദാറ്റ് ഇസ് കോൾഡ് n. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ഇപ്പോൾ ട്രെയിനിങ് സെറ്റ് നമ്മുടെ കയ്യിലുണ്ടാകും. ആ ട്രെയിനിങ് സെറ്റിലുള്ള എല്ലാ റെക്കോർഡിൻ്റെയും ക്ലാസ് നോക്കുക. അപ്പോൾ ട്രെയിനിങ് സെറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് സെറ്റിൽ ഓൾറെഡി ക്ലാസ് ലേബൽസ് ഉണ്ടാകും. നമുക്ക് കിട്ടിയ ഓരോ റെക്കോർഡിൻ്റെയും എല്ലാ റെക്കോർഡ് വി ആർ ജസ്റ്റ് ചെക്കിംഗ് വെദർ ഈച്ച് ഓഫ് ദ റെക്കോർഡ്സ് ആർ ഇൻ സിംഗിൾ ക്ലാസ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ കൺസിഡർ ചെയ്തു, ഇവിടെ എല്ലാം നോ 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 ആയിരുന്നു എന്ന് വെച്ചോ, എല്ലാ ക്ലാസ്സും നോ. അതായത് എന്താ? What is the meaning of that? If all the records belong to same class C എന്ന് പറഞ്ഞ ഒരൊറ്റ ക്ലാസ് ആണ് എല്ലാവരും എന്നുണ്ടെങ്കിൽ ട്രീ ഉണ്ടാക്കേണ്ട കാര്യമില്ല. റിട്ടേൺ n as a leaf node with the class label C. അപ്പോൾ നമ്മൾ നോഡ് എന്ന് പറഞ്ഞ ഒരു നോഡ് ഉണ്ടാക്കി ആ നോഡിൻ്റെ ലീഫ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിലെല്ലാവരും നോ ആണെങ്കിൽ നോ. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കേണ്ട കാര്യമില്ല, കാരണം എല്ലാ ആട്രിബ്യൂട്ട്സും എല്ലാ റെക്കോർഡ്സും സെയിം ക്ലാസ്സിലാണെങ്കിൽ ദർ ഇസ് നോ നീഡ് ഓഫ് ക്രിയേറ്റിംഗ് ദ ഡിസിഷൻ ട്രീ ഫർദർ. വീണ്ടും നമ്മൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി എല്ലാവരും ഒരൊറ്റ ക്ലാസ് ലെവലിലാണ് വന്നിട്ടുള്ളത്. സപ്പോസ് സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കേസാണ്, ഇങ്ങനെ വരാനൊരു ചാൻസ് ഉണ്ട്. എല്ലാവരും ഒരേ ക്ലാസ്സിൽ വന്നാൽ നമ്മൾ ആ ക്ലാസ്സിലാണ് നമ്മൾ അവരെ ഉൾപ്പെടുത്തുന്നത്. ഈ ആട്രിബ്യൂട്ട് ഇസ് എംപ്റ്റി. അപ്പോൾ വേറൊരു ചാൻസ് എന്ന് പറഞ്ഞാൽ ഡേറ്റാ സെറ്റിൽ ഒരു ആട്രിബ്യൂട്ട് പോലും ഇല്ല. നമ്മുടെ എക്സാമ്പിളിൽ A1, A2, A3, A4 4 ആട്രിബ്യൂട്ട് ഉണ്ടായിരുന്നു. ഏജ്, ഹാസ് ജോബ്, ഓൺ ഹൗസ്, ക്രെഡിറ്റ് റേറ്റിംഗ് 4 ആട്രിബ്യൂട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഏതെങ്കിലും കാരണവശാൽ ഒരു ആട്രിബ്യൂട്ടും ഇല്ലാത്തൊരു കേസാണെങ്കിൽ എന്ത് ചെയ്യും? റിട്ടേൺ n. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? റിട്ടേൺ n ആസ് എ ലീഫ് നോഡ് വിത്ത് ദ ക്ലാസ് ലേബൽ C such that the majority of the records belong to it. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യും? സപ്പോസ് ഈ ഒരു എക്സാമ്പിളിൽ ആട്രിബ്യൂട്ട്സ് ഒന്നുമില്ല, ക്ലാസ് ലെവൽ മാത്രമേ ഉള്ളൂ.
ഓക്കെ, ആ കേസിൽ നമ്മൾ മെജോറിറ്റി ക്ലാസ് എഴുതാൻ നോക്കിയിട്ട് ആ ക്ലാസ് ആണ് ലീഫ് നോഡായിട്ട് എഴുതുന്നത്. ദാറ്റ് ഇസ് ദ സെക്കൻഡ് കേസ്. സോ ഫസ്റ്റ് കേസ് എന്തായിരുന്നു? ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ എല്ലാ റെക്കോർഡും സെയിം ക്ലാസ്സിലാണെങ്കിൽ നമ്മളൊരു നോഡ് ക്രിയേറ്റ് ആദ്യം നോഡ് ക്രിയേറ്റ് ചെയ്ത് വെക്കും. എല്ലാ റെക്കോർഡ്സും സെയിം ക്ലാസ്സിലാണെങ്കിൽ ആ നോഡിൻ്റെ ലീഫ് നോഡ്, അതായത് ആ നോഡിൽ നിന്നുള്ള എഡ്ജ് ഒരു ലീഫ് നോഡ്, അത് ആ നോഡ് എന്തായിട്ട് മാർക്ക് ചെയ്യണം? നമ്മൾ ആ കോമൺ എല്ലാവരും ഒരേ ക്ലാസ് ആണെന്നല്ലേ പറഞ്ഞത്, ആ ക്ലാസ് ആയിട്ട് മാർക്ക് ചെയ്യണം. സോ ഇന്ന ഒരു എക്സാമ്പിൾ നോ ആണെങ്കിൽ നോ. സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ ഇഫ് ആട്രിബ്യൂട്ട് ഇസ് എംപ്റ്റി, ഇനി ആട്രിബ്യൂട്ട് ഒന്നും ഇല്ലാത്ത കേസ് ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ആ നമ്മൾ ക്രിയേറ്റ് ചെയ്ത നോഡിനെ ലീഫ് നോഡ് ആക്കിയിട്ട് മെജോറിറ്റി, അതായത് നമ്മുടെ കയ്യിലുള്ള റെക്കോർഡ്സ്, ആട്രിബ്യൂട്ട് ഇല്ല പക്ഷേ റെക്കോർഡ്സ് ഉണ്ട്, ആ റെക്കോർഡുകൾ മെജോറിറ്റി ഏത് ക്ലാസ്സിലാണ് ആ ക്ലാസ്സിൻ്റെ പേരായിരിക്കും ലീഫ് നോഡിൻ്റെ പേര്. അതുമല്ലാത്ത തേർഡ് കേസ്, സെലക്ട് ആൻ ആട്രിബ്യൂട്ട് എ വിത്ത് ദ ഹയസ്റ്റ് ഇൻഫർമേഷൻ ഗെയിൻ. അപ്പോൾ നമ്മൾ ഇൻഫർമേഷൻ ഗെയിൻ റേഷ്യോ എന്നൊക്കെ പറഞ്ഞ് കുറേ ആട്രിബ്യൂട്ട് ഉണ്ട്. അതിൻ്റെ വാല്യൂ അനുസരിച്ചിട്ടാണ് ആരാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ട ആട്രിബ്യൂട്ട് എന്ന് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ അതിനുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. ഓരോ ആട്രിബ്യൂട്ടിൻ്റെയും ഇൻഫർമേഷൻ ഗെയിൻ എന്ന് പറഞ്ഞാൽ അത് കണ്ടുപിടിക്കണം. അതിൽ ആർക്കാണോ ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ ഗെയിൻ ഉള്ളത്, വി ഹാവ് ടു സെലക്ട് ദാറ്റ് ആട്രിബ്യൂട്ട്. ഓക്കെ, ദെൻ ലേബൽ നോഡ് എൻ വിത്ത് എ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ആദ്യത്തെ നോഡ് ഉണ്ടല്ലോ, ആ നോഡിൻ്റെ അടുത്ത് എന്ത് എഴുതണം? നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത ആട്രിബ്യൂട്ടിൻ്റെ പേര് എഴുതണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോഡ്, ഈ എക്സാമ്പിൾ ഫസ്റ്റ് നോഡ് ക്രിയേറ്റ് ചെയ്തത് ഏജ് ആണ്. ഇവിടെ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ 4 ആട്രിബ്യൂട്ടിൽ ഏജിനാണ് ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ ഗെയിൻ ഉള്ളതെങ്കിൽ വി ഹാവ് ടു റൈറ്റ് ഏജ് ഇൻസൈഡ് ദാറ്റ് നോഡ്, ഓർ വി ഹാവ് ടു ലേബൽ ഏജ് ആസ് ദാറ്റ് നോഡ്. ദെൻ വീണ്ടും നമ്മൾ ഈ പ്രോസസ്സ് കൺസിഡർ ചെയ്യുക. ലേബൽ ചെയ്തു. ഫോർ ഈച്ച് നോൺ വാല്യൂസ് വി ജെ ഓഫ് എ ഐ, അതായത് ഏജിന് ഏതൊക്കെ വാല്യൂസ് ആണ് ഉണ്ടായിരുന്നത്? യങ്, മിഡിൽ, ഓൾഡ്. അപ്പോൾ ഇനി ഓരോ എഡ്ജിന് നമുക്ക് ഇനി ഉണ്ടാക്കണം. ദാറ്റ് ഇസ് വി ആർ കണ്ടിന്യൂയിങ് ദിസ് പ്രോസസ് ഇൻ എ റിക്കർസീവ് മാനർ. റിക്കർഷൻ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഈ ഏജ് എന്ന് പറഞ്ഞാൽ നമ്മളെടുത്ത ആട്രിബ്യൂട്ടിൻ്റെ ഓരോ വാല്യൂസിനും നമ്മളിത് കണ്ടിന്യൂ ചെയ്യണം. വി ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ എക്സാമ്പിളിൽ യങ്, മിഡിൽ, പിന്നെന്താ തേർഡ് കാറ്റഗറി. So for each VI we have to continue the steps. എന്താണ് സ്റ്റെപ്പ്? ആഡ് എ ബ്രാഞ്ച് ഫ്രം നോഡ് n for the condition AI is equal to VJ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയതിൽ ഏജ് ആണ് നമ്മുടെ ആട്രിബ്യൂട്ട്. ആ ഏജിന് 3 വാല്യൂസ് ഉണ്ട്. അതിൽ ആദ്യത്തെ വാല്യൂ എടുക്കുക. അപ്പോൾ എഡ്ജിന് ആ ഫസ്റ്റ് വാല്യൂ കൊടുക്കുക, അതായത് ഏജ് ഇസ് ഈക്വൽ ടു n. അപ്പോൾ നമ്മളിനി ഈ ട്രീ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഈ ട്രീയുടെ പാർട്ട് ഉണ്ടാക്കുകയുള്ളൂ. അതും കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ ബാക്ക് ട്രാക്ക് ചെയ്ത് വന്നിട്ടാണ് ഈ ട്രീ ഉണ്ടാക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ദ ലെഫ്റ്റ് മോസ്റ്റ് ട്രീ. Sj is equal to subset of records where AI is equal to Vj. അപ്പോൾ ഇനി നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് AI is equal to Vj എന്ന് പറഞ്ഞാണ്. ദാറ്റ് മീൻസ് ഇതാണ് നമ്മുടെ ഡേറ്റാ സെറ്റ്. നമ്മളിപ്പോൾ എടുക്കുന്നത് ഏതാണ്? ഏജ് യങ് ആയിട്ടുള്ളതാണ്. അപ്പോൾ എത്ര പേരുണ്ട് ഏജ് യങ് ആയിട്ടുള്ളത്? ഈ 1 to 5 റോസ് ആണ്. ഈ എക്സാമ്പിളിൽ 1 2 3 4 5. അപ്പോൾ ഇനി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഈ എൻ്റയർ ഡേറ്റാ സെറ്റിൽ യങ് ആയിട്ടുള്ള ആ റോ മാത്രം നോക്കിയാൽ മതി. ദാറ്റ് ഇസ് ഫസ്റ്റ് 5 റോസ് മാത്രം ഇന്ന് നോക്കിയാൽ മതി. സോ ദാറ്റ് ഇസ് ദ മീനിങ്. ആഡ് എ ബ്രാഞ്ച് ഫ്രം നോഡ് n ഫോർ ദ കണ്ടീഷൻ AI is equal to Vj. ഇനി Sj is equal to subset of records where AI is equal to Vj. അപ്പോൾ നമ്മുടെ കയ്യിൽ Sj എന്താണ്? നമ്മൾ റെക്കോർഡ്സ് 1 മുതൽ 5 വരെയുള്ള റെക്കോർഡ്സ്. If Sj is empty, then add leaf L with the class label C such that the majority of the records belong to it and return L. ഇനി ഏതെങ്കിലും കാരണവശാൽ ഇപ്പം നമ്മുടെ ഈ എക്സാമ്പിളിൽ നമ്മൾ ഫസ്റ്റ് എല്ലാം നോക്കി 5 എണ്ണമാണ് യങ് ആയിട്ടുള്ളത്. ഇത്രയും നോക്കിയാൽ മതി. ദാറ്റ് ഇസ് വി ഹാവ് ടു ചെക്ക് ഫ്രം ദിസ് ടു ദിസ്. അതെല്ലാം ഒരേ ക്ലാസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അവിടെ വെച്ച് നിർത്താൻ പോവുകയാണ്. എന്നിട്ട് ആ ലീഫ് നോഡിന് എന്ത് പേര് കൊടുക്കണം? ഇതിലെ മെജോറിറ്റി ഏതാണോ ആ പേര് കൊടുക്കുക. ഓക്കെ, സോ ആഡ് ലീഫ് വിത്ത് ക്ലാസ് ലേബൽ C such that majority of records belong to it and return L. അതല്ലാന്നുണ്ടെങ്കിലോ add a node returned by build tree and pass the parameters. അതല്ല ഇനി നമുക്കൊരു മെജോറിറ്റി ഓഫ്
ക്ലാസ് നമ്മളിപ്പോൾ ഫസ്റ്റ് 5 ആട്രിബ്യൂട്ട്സ് എടുത്തല്ലോ. ഈ ഫസ്റ്റ് 5 ആട്രിബ്യൂട്ട്സ് നോക്കിയപ്പോൾ ഇതിൽ മെജോറിറ്റി കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചെയ്ത ഈ ബിൽഡിംഗ് അൽഗോരിതം ഈ ബിൽഡ് ട്രീ അൽഗോരിതം വീണ്ടും റിക്കസീവ് ആയിട്ട് വിളിക്കണം. അപ്പോൾ 2 പാരാമീറ്റേഴ്സ് പാസ് ചെയ്യണം. ഏതൊക്കെയാണ് പാരാമീറ്റേഴ്സ്? ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ എസ് ജെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിളിൽ 1 to 5 ഏജ് യങ് ആയിട്ടുള്ള റെക്കോർഡ്സ് മാത്രം എടുക്കുക. അതാണ് റെക്കോർഡ്സ്. ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏജ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ഓൾറെഡി നമ്മൾ സെലക്ട് ചെയ്തു. ഇനി ഏജിനെ കളയാം. ഇനി ബാക്കി 3 ആട്രിബ്യൂട്ട് ചെയ്യും. സോ യു ഹാവ് ടു പാസ് ദാറ്റ് ആട്രിബ്യൂട്ട്. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ റിപ്പീറ്റഡ് റിക്കസീവായിട്ട് ചെയ്ത് വരും. അങ്ങനെ വരുന്നതനുസരിച്ചിട്ടാണ് ദ ട്രീ ഈസ് ആക്ച്വലി ജനറേറ്റഡ്. അപ്പോൾ ഈ സൈഡ് മുഴുവൻ റിക്കസീവായിട്ട് വിളിച്ചിട്ട് അടുത്ത ആട്രിബ്യൂട്ടിനെ എടുക്കും. അതിൽ ബെസ്റ്റ് വൺ, അതായത് ഡിസിഷൻ ട്രീയിലെ ആ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഇൻഫർമേഷൻ ഗെയിൻ ഉള്ള ആട്രിബ്യൂട്ട് ഹാസ് ജോബ് ആയിരുന്നു. അതെടുത്തു. എന്നിട്ട് അതിൻ്റെ ഓരോ എഡ്ജിനും, അതായത് 2 വാല്യൂസ് ആണുള്ളത്. ആ 2 വാല്യൂസിനും നമ്മൾ ട്രീ ഉണ്ടാക്കണം. ഓക്കെ, സോ ഇത് ഫുൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് ട്രാക്ക് ചെയ്തിട്ട് അതിൻ്റെ സെക്കൻഡ് എഡ്ജിലേക്ക് കയറും. മിഡിൽ ഏജ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഏജ് മിഡിൽ ആയിട്ടുള്ള റെക്കോർഡ്സ് മാത്രമേ ഉള്ളൂ. അതായത് ഈ എക്സാമ്പിളിൽ 6 മുതൽ 10 വരെയുള്ള റെക്കോർഡ്സ് ആണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. തേർഡ് കേസിൽ ഓൾഡ് എന്ന് പറഞ്ഞ ഓൾഡ് ഏജിൽ 11 മുതൽ 15 വരെയുള്ള എക്സാമ്പിൾസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ ദിസ് ഈസ് എ വർക്കിംഗ് ഓഫ് ഡിസിഷൻ ട്രീ അൽഗോരിതം.